ഹേ ഓൾ, വീക്കെൻഡായ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക എന്നാ പിന്നെ ഓണക്കല്ലേ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് കണ്ണൂർ ഫാമിലിയിലേക്കാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പോയി ഞാൻ ആരായി. ഒന്നുമില്ല, ഓണം എന്ന് പറഞ്ഞാൽ ഒന്നില്ലേ സെറ്റ് മുണ്ട് അല്ലെ സെറ്റ് സാരി, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മൽക്കോട്ടൻ സാരീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന കളക്ഷൻസ് ഒക്കെ ഈ ചേട്ടൻ കാണിച്ചു തരുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഇത്തിരി നേരത്തെ ആയിപ്പോയോ വന്നത്. ഈ ചേട്ടനാണെങ്കിൽ ഒരു മടിയും കൂടാതെ എല്ലാ കളക്ഷൻസും കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെയും കളക്ഷൻസ് കാണിച്ചു തരുമ്പോ ഇതൊന്നും ഇഷ്ടമായില്ല ചേട്ടാന്ന് ഞാൻ ഇങ്ങനെയാ പറയാ. ഞാനിതൊക്കെ നോക്കുന്ന സമയം കൊണ്ട് എന്റെ ഫ്രണ്ട്സ് പർച്ചേസും കഴിഞ്ഞ് വന്നിട്ടോ. എന്നിട്ട് എന്നോട് ഒരു ചോദ്യം, നിന്റെ ഈ സെലക്ഷൻ ഒന്നും കഴിഞ്ഞില്ലേ എന്താ അല്ലേ. എനിക്ക് എപ്പോഴും ഉള്ള പ്രശ്നമാണ്, ഞാൻ എന്തേലും ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് അതിന് ലോകത്ത് എവിടെ ഇല്ലാത്ത പ്രൈസ് ആയിരിക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാല് ഓണത്തിന്റെ ഒന്നും പർച്ചേസ് തീരൂല എന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസ് കൂടി നോക്കി വെച്ചിട്ട്, ഇനി ഓണത്തിന്റെ ഒന്നും ബ്ലൗസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റെഡിമെയ്ഡ് വാങ്ങാം. ഇപ്പോഴുള്ള കളക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലായ ചേട്ടൻ എന്നോട് പറയാ അടുത്ത ആഴ്ച പുതിയ കളക്ഷൻസ് വരുമെന്ന്. ഇവരുടെ ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കല്യാണ പർച്ചേസിനാണ് വന്നതെന്ന്? എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. മാവേലി ഇല്ലാണ്ട് എന്തോണെന്ന് പറയുന്ന പോലെ കർച്ചീഫ് ഇല്ലാണ്ട് എന്ത് പർച്ചേസ് അല്ല. എല്ലാം കഴിഞ്ഞ് എന്നോട് ഫ്രണ്ട് പറയാ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലാണെന്ന് കരുതി ഞാൻ എത്തിയത് ഫാമിലിയുടെ കോഫി റൂമിലാണ്. പറയാതിരിക്കാൻ വയ്യ, കോഫിയും ബിസ്ക്കറ്റും അടിപൊളിയായിരുന്നു. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേന്ന് പറഞ്ഞ പോലെ ഹിബമോൾ എന്നില്ല. ഇതിനുശേഷം നമ്മളൊരു ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എങ്ങനെയാ ഇനി നമുക്ക് കാണാല്ലേ. It's me, Story by Sala. Bye.